ഇന്ന് നമ്മൾ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട്. നമ്മളൊരു 5 മിനിറ്റ് കൊണ്ടുള്ള വീഡിയോ ആണ് ഇത് പറയുന്നത്. നമുക്ക് വേണ്ടത് ശർക്കര 1 കിലോ, 2 തേങ്ങയുടെ പാലാണ് വേണ്ടത്, 2 തേങ്ങയുടെ പാല്, 1/2 കിലോ ചെറുവയറ്റും പരിപ്പ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു ഉരുളി വെച്ചിട്ട് ഈ ചെറുവയറ്റും പരിപ്പ് നല്ലോണം ചൂടാക്കി എടുക്കണം. നല്ലോണം ചൂടാക്കിയത് ഒന്ന് ഇടയ്ക്ക് കടിച്ച് നോക്കണം. കടിച്ചാൽ കറുമുറാന്ന് പൊട്ടുന്ന പാകമാകുമ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ, ഇനി വേണ്ടത് നമ്മുടെ ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. ശർക്കര പാനിയാക്കി എടുക്കണത്. കുറച്ചും കൂടി ഒന്ന് ഉരുകാനുണ്ട്. നല്ലോണം ഉരുക്കി നല്ല ശർക്കര പാനിയാക്കി എടുക്കണത്. ശർക്കര ഏകദേശം നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന നമ്മുടെ ചെറുവയറ്റും പരിപ്പ് നല്ലോണം കഴുകിയെടുക്കണം. നല്ലോണം 2-3 പ്രാവശ്യമെങ്കിലും കഴുകണം. കഴുകിയിട്ട് ഇത് മാറ്റി നമുക്കിതുപോലെ വെള്ളം വാർത്തി കളയണം. അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം. നല്ലോണം വെള്ളമെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കണത്. ആനിമോൾ വന്നിട്ടുണ്ട് പായസമൊക്കെ ഉണ്ടാക്കണം കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഉരുളിയിലോട്ട് നമ്മുടെ ചെറുവയറ്റും പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 6 കപ്പോളം തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതാണ് കപ്പ്. ഇതിൽ നമ്മൾ ഒരു 6 കപ്പോളം തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിച്ച് ഫ്ലെയിമെല്ലാം ഓൺ ചെയ്ത് നമ്മൾ ഇതിന് വേവിച്ചെടുക്കണം. ചെറുവയറ്റും പരിപ്പ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. വേണ്ട തുറന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നല്ലോണം ഇടയ്ക്കിടയ്ക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. വെന്ത് കഴിഞ്ഞൊന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ശർക്കര പാനി ഇതുപോലെ അരിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം. നല്ലോണം വഴറ്റിയെടുക്കണം, അടിക്ക് പിടിക്കാതെ. ഏകദേശം നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നല്ലോണം വഴറ്റിയെടുക്കണം. ഇത്തിരി ടൈം എടുക്കുന്ന പരിപാടിയാണ് ഈ പരിപ്പ് പായസം എന്ന് പറയുമ്പോൾ. ഏകദേശം 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം. വഴറ്റി നല്ലൊരു കുറുക്ക് പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2 തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയുമാണ്. പിന്നെ ചുക്ക് പൊടി അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതില്ല, അതുകൊണ്ട് ഈ 2 പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം നല്ലോണം ഇളക്കണം. 4 മിനിറ്റ് നല്ലോണം ഇളക്കി കഴിയുമ്പോൾ ഓക്കെ, നമുക്കിനി നല്ലോണം ഇളക്കിയിട്ടുണ്ട്. നമുക്കിനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേറൊരു ചട്ടിയിൽ നമുക്ക് 2 സ്പൂൺ ഗീ ഇടാം. 2 സ്പൂൺ ഗീ ഇട്ടിട്ട് നമുക്ക്
കിസ്മിസും അണ്ടിപ്പരിപ്പും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് നമുക്ക് നമ്മുടെ നേരത്തെ വെച്ച പായസത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കിസ്മിസും ഈ നെയ്യിൽ തന്നെ വറുത്ത് കോരിയിട്ടിട്ട് നമ്മുടെ പായസത്തിലോട്ട് മാറ്റിയിടാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല സൂപ്പർ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.